നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും വരുമ്പോൾ അത് മോശം അനുഭവമാവാം, നല്ല അനുഭവമാവാം. അനുഭവങ്ങൾ വരുമ്പോൾ ആ അനുഭവങ്ങളെ നമ്മൾ സാധാരണയായിട്ട് കുറ്റപ്പെടുന്നു. ഇപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന മോശം അനുഭവമായാലും നല്ല അനുഭവമായാലും എല്ലാ അനുഭവങ്ങൾക്കും പിറകെ ഒരു കൃത്യമായ കാരണമുണ്ടായിരിക്കും. അതായത് ഈ ഭൂമിയിൽ ഒരു കാര്യവും ഒരു കാരണമില്ലാതെ നടക്കുന്നില്ല എന്നതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു നിയമമാണ് കാര്യകാരണ നിയമം, അല്ലെങ്കിൽ കോസ് ആൻഡ് ഇഫക്റ്റ് ലോ. അപ്പോൾ ഇതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതായാലും ചീത്തയായാലും ആ സംഭവങ്ങൾക്ക് പിറകെ ഒരു കൃത്യമായ കാരണമുണ്ട്. പക്ഷേ കാരണം നമുക്കറിയില്ല. ഇതൊന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാരണത്തിനെ നമുക്കൊന്ന് കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോൾ കാര്യകാരണ നിയമത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കൊരു ഉദാഹരണത്തിൽ കൂടി ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ മണ്ണിൽ ഒരു വിത്തിടുകയാണ്. അപ്പോൾ മണ്ണിൽ നമ്മളൊരു വിത്തിട്ട് കഴിഞ്ഞാൽ ആ വിത്ത് മുളക്കും. അത് മുളച്ചതിന് ശേഷം അതിൽ ഇലകളുണ്ടാകും, പൂവുകളുണ്ടാകും, കായ്കളുണ്ടാകും. വീണ്ടും അത് മണ്ണിൽ വീണ് വിത്താകും. വീണ്ടും കായ്കളും കനികളും അതുപോലെ തന്നെ ഇലകളൊക്കെ ഉണ്ടായിക്കൊണ്ട് പുതിയ പുതിയ വൃക്ഷങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത്രയൊക്കെ വൃക്ഷങ്ങളും ഫലങ്ങളും ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊരു മൂല കാരണമുണ്ട്. ആ മൂല കാരണം നമ്മൾ ആദ്യം മണ്ണിലിട്ട വിത്താണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സകല അനുഭവങ്ങൾക്കും സകല പ്രശ്നങ്ങൾക്കും സകല നല്ല കാര്യങ്ങൾക്കും പിറകെ കൃത്യമായ ഒരു കാരണമുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇത് വളരെ ഈസിയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എങ്ങനെയാണ് ഈ കാരണങ്ങളെ കണ്ടെത്തുക എന്നുള്ളതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനൊരു സൈക്കോളജിയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിൽ കുറേ ആളുകളുണ്ട്. അതിൽ മുമ്പിലിരിക്കുന്ന 3 പേർ, നമുക്കവരെ എ, ബി, സി എന്ന് വിളിക്കാം. അപ്പോൾ അതിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോർഡിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തിരിഞ്ഞു. എൻ്റെ പിറകിലാണ് ഇവരിയ്ക്കുന്നത്. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞു നിന്ന സമയത്ത് എ എന്ന് പറയുന്ന വ്യക്തിയോട് സി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തോ ഒരു കാര്യം പറയുവാനുണ്ട്. ക്ലാസ് ആയത് കാരണം അവിടെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സി എന്ത് ചെയ്തു? ബിയോട് പറഞ്ഞു, ഒന്ന് എയെ വിളിക്കാമോ? ഈ സി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബി എന്ത് ചെയ്തു? എയെ വിളിച്ചു. അപ്പോൾ എങ്ങനെയാണ് വിളിച്ചത്? ക്ലാസ് ആയത് കാരണം സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സി ചെയ്ത പണി എയുടെ കയ്യിലേക്കൊരു തോണ്ടൽ വെച്ച് കൊടുത്തു. അപ്പം അങ്ങനെ തോണ്ടിയ സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ തോണ്ടിയതിന് ശേഷം എ വളരെയധികം ശബ്ദത്തിൽ അലറി നിലവിളിക്കുകയാണ്, പൊട്ടി കരയുകയാണ്. അപ്പം ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഈ എ പറഞ്ഞു തന്നു, എയുടെ ഈ കൈയുടെ ഈ ഭാഗം ഇങ്ങനെ പൊക്കിയിട്ട് ഈ കൈയുടെ ഈ ഭാഗത്ത് കാണിച്ചെന്ന് അവിടെ ഒരു മുറിവുണ്ടായിരുന്നു. ഈ തുണി കൊണ്ടിങ്ങനെ മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ഈ മുറിവിലേക്കായിരുന്നു യഥാർത്ഥത്തിൽ തോണ്ടിയത്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എയുടെ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത്, ഈ എ വേദന അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ആരാണ് ഇവിടെ കാരണമായത്? അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം, അതിൻ്റെ കാരണക്കാരൻ ബി ആണ്. കാരണം ബി ആണല്ലോ തോണ്ടിയിരിക്കുന്നത്. എന്നാൽ നമുക്കതിനെ കുറച്ചുകൂടി ഒന്ന് സൂക്ഷ്മതയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ യഥാർത്ഥ കാരണക്കാരൻ ആരാണ്? സി ആണ്. കാരണം സി ആണ് ബിയോട് എയെ വിളിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ എയുടെ കാഴ്ചപ്പാടിൽ ഇതിന് 2 കാരണക്കാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒന്ന് സിയും 2 ബിയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് ഒന്നുകൂടി നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് സിയെ പരോക്ഷ കാരണം എന്ന് വിളിക്കാം. സി കാരണമാണ് ബിക്ക് തോണ്ടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ സിയെ നമുക്ക് പരോക്ഷ കാരണം എന്ന് വിളിക്കാം. ബിയെ നമുക്ക് പ്രത്യക്ഷ കാരണം എന്ന് വിളിക്കാം. ആ പ്രത്യക്ഷത്തിൽ ബി ആണ് ഇയാളെ തോണ്ടിയിട്ട് ഇയാൾക്ക് വേദന അനുഭവിച്ചത്. എന്നാൽ ഈ പ്രത്യക്ഷ കാരണവും പരോക്ഷ കാരണവും കൊണ്ടല്ല യഥാർത്ഥത്തിൽ എ വേദന അനുഭവിച്ചത്. പിന്നെയോ എയുടെ കയ്യിലെ മുറിവാണ്. അപ്പോൾ ആ മുറിവ് അവിടെ ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ബി അദ്ദേഹത്തെ തോണ്ടിയപ്പോൾ അദ്ദേഹത്തിന് വേദന അനുഭവിച്ചത്. അപ്പോൾ ഇവിടെ മൂലകാരണം എന്താണ്? ആ കയ്യിലെ മുറിവാണ് മൂലകാരണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അതിന് പിറകെ 1000 പ്രത്യക്ഷ കാരണങ്ങളും 1000 പരോക്ഷ കാരണങ്ങളും ഉണ്ടാവും. പക്ഷെ ആ ഒരു സംഭവം, ആ കാരണങ്ങൾ കൊണ്ട്
അത് നമുക്കൊരു വേദനയായിട്ട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മളിലുള്ള എന്തോ മൂല കാരണം കൊണ്ടായിരിക്കും. ഒരു റാണി തേനീച്ച ഇരിക്കുന്ന സ്ഥലത്ത് 1000 തേനീച്ചകൾ വന്നിട്ട് കൂടുകൂട്ടും എന്ന് പറഞ്ഞതുപോലെ നമ്മളിലൊരു മൂല കാരണമുണ്ടെങ്കിൽ 1000 പ്രത്യക്ഷ കാരണങ്ങളും 1000 പരോക്ഷ കാരണങ്ങളും വരും. ഈ പ്രത്യക്ഷ കാരണങ്ങളെയും പരോക്ഷ കാരണങ്ങളെയാണ് നിർഭാഗ്യവശാൽ നമ്മൾ മൂല കാരണമായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ അനുഭവങ്ങളിൽ, പ്രശ്നങ്ങളിൽ, നമുക്കുണ്ടാകുന്ന വേദനകളിൽ ഇനിയൊരു മാറ്റം വരണമെങ്കിൽ ആ മൂല കാരണത്തെ തിരിച്ചറിയണം. ആ മൂല കാരണം എന്താണ് യഥാർത്ഥത്തിൽ? ആ മൂല കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടും നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഉണ്ടാക്കി വെച്ച 1000 വിത്തുകളുണ്ട്. ആ വിത്തുകളാണ് യഥാർത്ഥത്തിൽ മൂല കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രാവർത്തികമാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു വ്യക്തിയെ ഒരു പറമ്പിൽ നമ്മൾ ഒരു ഉപകരണവും കൊടുത്തുകൊണ്ട് കിളച്ച് മറിക്കാൻ വിടുകയാണ്. അതേപോലെ തന്നെ ഒരു 2 or 3 കമ്പനികൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തി 1 മണിക്കൂർ നേരം ഒരു AC റൂമിൽ ഒരു ലാപ്ടോപ്പിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് അയാളുടെ കമ്പനിയുടെ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്, ചിന്തിക്കുകയാണ് അതിനെക്കുറിച്ചിട്ട്. ഈ 2 പേരെയും നിങ്ങളൊരു ഫിസിക്കൽ ടെസ്റ്റിന് വിധേയമാക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം നഷ്ടപ്പെട്ടിരിക്കുന്നത് 1 മണിക്കൂർ ചിന്തിച്ച വ്യക്തിക്കായിരിക്കും. കാരണം ചിന്തകൾ ഊർജ്ജമാണ്. നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഊർജ്ജമാണ് നമ്മളിന്ന് പുറത്തേക്ക് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചിന്തകൾ, ഓരോ ചിന്തകൾക്കും പിറകെ നമ്മൾ ചിന്തിക്കും തോറും ആ ചിന്തകൾക്കൊക്കെ പിറകെ ആ ചിന്തയ്ക്കനുസരിച്ച് ഫ്രീക്വൻസിയിലുള്ള ഒരു എനർജി പുറത്തേക്ക് പോകുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. നമ്മളൊരു കള്ളുഷാപ്പിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല ഒരു അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ. അതേപോലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല ഒരാളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ. അതുപോലുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ. കാരണം അവിടെയൊക്കെയുള്ള ആളുകൾ ചിന്തിക്കുന്ന ചിന്തകൾക്കനുസരിച്ചിട്ടുള്ള ഒരു വൈബ്രേഷൻ, ഒരു ചിന്തകൾക്കനുസരിച്ചിട്ടുള്ള ഒരു എനർജി അവിടെ ചുറ്റും തളം കെട്ടി കിടക്കും. അപ്പോൾ ആളുകളുടെ ചിന്തകൾ എന്ന് പറയുന്നത് എനർജിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ മൂലകാരണം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിൽ കൂടി നമ്മൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലേക്ക് കൊടുത്തിരിക്കുന്ന പല വിത്തുകളുമാണ്. അപ്പോൾ ഈ ചിന്തകളെ മാറ്റിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ആ മൂലകാരണത്തെ മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചിന്തകളെ മാറ്റുക? അത് എളുപ്പമല്ല. കാരണം ഒരു മനുഷ്യൻ്റെ ബോധതലത്തിൽ കൂടി ഏകദേശം 75,000 തൊട്ട് 1,50,000 മുകളിലൊക്കെ ചിന്തകൾ കടന്നു പോകും. ആ ചിന്തകളിൽ തന്നെ ഒരു 90% റിപ്പീറ്റഡ് തോട്ടുകളായിരിക്കും. ഈ ചിന്തകൾ 99% നെഗറ്റീവ് ചിന്തകളായിരിക്കും. ഈ ചിന്തകളുടെ വൈബ്രേഷനാണ് നമ്മൾ 99% ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മളിങ്ങനെ കടത്തിവിടുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന പല ദുരനുഭവങ്ങളുടെയും കാരണം ഇത് തന്നെയാണ്. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് വിത്തുകളായിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്ന ചിന്തകളുടെ വൈബ്രേഷൻ അനുസരിച്ച് കൊണ്ടുള്ള ഒരു മൂല കാരണത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളൊരു ആക്സിഡൻറ്റിലേക്ക് മാത്രമാണ് നമ്മുടെ ചിന്തകൾ കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ചിന്തകൾ ഏതിലേക്കാണോ നമ്മൾ നിരന്തരം ഹോസ്പിറ്റൽ, മരുന്ന്, ഇത്തരത്തിലുള്ള, കാരണം നമ്മുടെ ഇന്നത്തെ പരസ്യ സംസ്കാരമൊക്കെ അത് തന്നെയാണ്. നാട് നീളെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലക്സ് ബോർഡുകളൊക്കെ കാണുക ഹോസ്പിറ്റലിൻ്റെതും രോഗങ്ങളുടെയും മരുന്നിൻ്റെയും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാതെ വരുന്ന ചിന്ത രോഗങ്ങളെക്കുറിച്ചാണ്. ആ ചിന്ത അതിനനുസരിച്ചുള്ളൊരു വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ കൂടി പുറത്തേക്ക് പോവുകയും അതൊരു മൂലകാരണമായിട്ട് മാറുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതുപോലെ തന്നെ നമ്മൾ ഇടപഴകുന്ന ആളുകളിൽ കൂടിയും രോഗങ്ങളായിട്ടും അതേപോലെ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുമായിട്ട് നമ്മളിലേക്ക് വരും. അപ്പോൾ ചിന്തകളാണ് യഥാർത്ഥത്തിൽ മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യക്ഷ കാരണം, പരോക്ഷ കാരണം, മൂലകാരണം, ഈ പറയുന്ന 3 കാരണങ്ങളാണ് ഒരു അനുഭവത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് പിറകിലുള്ളത്. അതിൽ പലപ്പോഴും നമ്മൾ പ്രത്യക്ഷ കാരണത്തെയും പരോക്ഷ കാരണത്തെയും മൂലകാരണമായിട്ട് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് യഥാർത്ഥ കാരണം പിടികിട്ടാത്തത്. ആ മൂലകാരണം കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പല രീതിയിലുള്ള മെത്തേഡുകളുണ്ട്. നമ്മൾ അത്യാവശ്യം ധ്യാനം പരിശീലിക്കണം. അതുപോലെ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കുവാനുള്ള അല്ലെങ്കിൽ മനസ്സിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനുള്ള ധാരാളം സൈക്കോളജിക്കലായിട്ടുള്ള മെത്തേഡുകളുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ മെത്തേഡുകളുണ്ട്. ഇതിൽ കൂടിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ മൂലകാരണത്തെ കണ്ടെത്താൻ സാധിക്കും. പ്രശ്നങ്ങൾ വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. നമുക്കറിയാം, നമ്മൾ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ ബൈബിളിൻ്റെ അകത്ത് യേശുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും കൂടി ഒരു ബോട്ടിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു കഥ പറയുന്നുണ്ട്. അങ്ങനെ കടലിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ ആ കടലിൻ്റെ മധ്യത്തിൽ വെച്ചിട്ട്
വലിയ കാറ്റും കോളും വരികയും ശിഷ്യന്മാരെല്ലാം അലറി വിളിക്കുകയും യേശു ധ്യാനത്തിലിരിക്കുകയുമാണെന്ന് പറയുന്നു. എത്ര അലറി വിളിച്ചിട്ടും യേശു അനങ്ങുന്നില്ല. ഒടുവിൽ നിലവിളിയുടെ ഒരു മൂർധന്യാവസ്ഥയിൽ യേശു എഴുന്നേൽക്കുകയും കടലിനോടും അതുപോലെ തന്നെ ആകാശത്തിനോടും കാറ്റും കോളും അടങ്ങട്ടെ എന്ന് പറയുകയും അതൊക്കെ ശമിക്കുകയും ചെയ്യുന്നൊരു സീന് നമ്മൾ ബൈബിളിൽ കാണാം. ഇതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? ദൈവം കൂടെയുണ്ടെങ്കിൽ പോലും പ്രശ്നങ്ങൾ വരും. പ്രശ്നങ്ങൾ വരാതിരിക്കില്ല മനുഷ്യനായി കഴിഞ്ഞാൽ. പക്ഷെ ദൈവം കൂടെയുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണുമെന്നത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്താണ് ദൈവം? സ്പിരിച്വാലിറ്റിയിൽ ദൈവത്തിൻ്റെ അർത്ഥം എന്താണ്? ആ ദൈവം എവിടെയിരിക്കുന്നു? നമ്മളെന്ന് പറഞ്ഞ ഈ മനുഷ്യൻ്റെ ആത്മാവ്, ആ ദൈവം നമ്മുടെ ഉള്ളിൽ എവിടെ ഇരിക്കുന്നു? ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ഈ മൂല കാരണത്തെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ തുടർന്നുള്ള വീഡിയോകളൊക്കെ നിരന്തരം കാണുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ നമുക്ക് സംസാരിക്കാം. നന്ദി.